നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സാജൻ സാമുവൽ വധക്കേസിലെ പരമാവധി തെളിവുകൾ ശേഖരിച്ചുവെന്ന് ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് IPS അറിയിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം പ്രതിരോധിക്കാനുള്ള നടപടികൾ സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം നടത്തി. പരാതികൾ പരിഹരിക്കുവാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കേണ്ടതെന്ന് മന്ത്രി VN വാസവൻ. കരുതലും കൈത്താങ്ങും തൊടുപുഴ താലൂക്ക് തല അദാലത്തിൽ പരാതി പരിഗണിക്കുന്നതിനിടയിലായിരുന്നു മന്ത്രിയുടെ പരാമർശം. പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതിൽ ഇടുക്കിയിൽ 200-ലധികം പരാതികൾ ലഭിച്ചെന്ന് ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് IPS. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട PE അമീർ ഇലാഹിയുടെ കുടുംബത്തിനുള്ള ധനസഹായ കുടിശ്ശിക 6 മാസത്തിനുള്ളിൽ നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. വാർത്തകൾ വിശദമായി. സാജൻ സാമുവൽ ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രതികൾ തലയിൽ കല്ലുകൊണ്ടിട്ടുവെന്നും പിന്നീട് ഒരു തടിക്കഷ്ണം വെച്ച് തലയോട്ടി അടിച്ചു പൊട്ടിച്ചുവെന്നും ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് IPS കേസിലെ പരമാവധി തെളിവുകൾ ശേഖരിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. മൂലമറ്റം കൊലപാതകത്തിൽ മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സാജൻ സാമുവൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ആദ്യം പുറത്തൊരു കല്ല് കൊണ്ടിടുകയാണ്. അതിനുശേഷം തലയിൽ കട്ടി കൂടിയൊരു തടിക്കഷ്ണം വെച്ചിട്ട് തലയടിച്ച് സ്കള് ഫ്രാക്ചറായിട്ടാണ് ഇയാൾ മരിച്ചിട്ടുള്ളത്. അതിനുശേഷം നല്ലപോലെ മർദ്ദിച്ചു. തുടർന്ന് ബോഡി വരിഞ്ഞു കെട്ടിയിട്ട് ഇലക്ട്രിക് വയർ വെച്ച് കാലും മറ്റൊക്കെ വരിഞ്ഞു കെട്ടി 30-ാം തീയതി രാത്രിയാണ് ഇവിടെ മേലെ മൂലമറ്റം ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. 30-ാം തീയതി രാത്രി ഇവിടെ ഒന്ന് അവിടെ മറവ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അത് വിജയിച്ചില്ല. അതിനുശേഷം ഈ ബോഡി ഡിസെക്ട് ചെയ്തിട്ട് കൈ വെട്ടി മാറ്റി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് പോലീസ് പാർട്ടി അവിടെ പട്രോളിങ് ഈ ഇൻഫർമേഷൻ കിട്ടി അവിടെ ചെല്ലുന്നതും പ്രതികൾ ഈ ശ്രമം ഉപേക്ഷിച്ചിട്ട് കടന്നു കളയുകയും ചെയ്തു. പിന്നീട് പോലീസ് കഡാവർ ഡോഗിന്റെ സഹായത്തോടുകൂടിയാണ് ഈ വെട്ടിമാറ്റിയ കൈയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. കൂടുതൽ നടപടികൾ നടന്നുവരികയാണ്. എവിഡൻസ് എല്ലാം മാക്സിമം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് എവിഡൻസ് കൂടെ കളക്ട് ചെയ്യാനുണ്ട്. എത്രയും പെട്ടെന്ന് എവിഡൻസ് കളക്ട് ചെയ്ത് ഫർദർ ആക്ഷൻസ് സ്വീകരിച്ചു വരികയാണ്. ഇതിൽ എല്ലാവർക്കും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. പ്രതികളായി ഉൾപ്പെട്ട ആൾക്കാർക്കും ഈ കൊല്ലപ്പെട്ട ആൾക്കാർക്കും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. ഇവരിൽ പ്രതികൾക്കിടയിൽ ചില ആൾക്കാർക്ക് മുമ്പ് ലഹരി കേസുകൾ നമ്മൾ ആക്ഷൻ എടുത്തിട്ടുള്ളതാണ്. ലഹരി കേസുകളുള്ളതും ലഹരി ഉപയോഗമുള്ളതായിട്ടാണ് അന്വേഷണത്തിന് മനസ്സിലായിട്ടുള്ളത്. ചില പ്രതികൾക്കെതിരെ NDPS ആക്ട് പ്രകാരമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 8 പേർക്കും കൃത്യമായിട്ടുള്ള റോളുണ്ട്. അത് നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. മനുഷ്യ വന്യജീവി സംഘർഷം പ്രതിരോധിക്കുവാനുള്ള നടപടികൾ സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. നിരന്തരമായി ഉണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രി യോഗം വിളിച്ചു ചേർത്തത്. പരിഹാര മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ സംക്ഷിപ്ത പദ്ധതി ഹൈറേഞ്ച് സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ RS അരുൺ അവതരിപ്പിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം പ്രതിരോധിക്കുവാനുള്ള നടപടികൾ സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ഇടുക്കി ജില്ലയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം കുട്ടിക്കാനത്ത് ചേർന്നു. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ട ആവശ്യകത മന്ത്രി എടുത്തു പറഞ്ഞു. മേഖലയിൽ നിരന്തരമായി ഉണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രി യോഗം വിളിച്ചു ചേർത്തത്. പൊതുവെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മലയോര മേഖലയിൽ വന്യജീവി ആക്രമണം മൂലം മനുഷ്യജീവൻ നഷ്ടപ്പെടുകയും കൃഷിനാശം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വല്ലാത്തൊരു അസ്വസ്ഥത ആ പ്രദേശങ്ങളിലെ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഈ പ്രവർത്തനങ്ങൾ പരിഹരിക്കുന്നതിനായി അടിയന്തര പ്രാധാന്യം നൽകി ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനം വനവുമായി ചേർന്ന് കിടക്കുന്ന മേഖലയിലെ നിശ്ചിത അളവിൽ എന്ന് പറഞ്ഞാൽ 10 മീറ്റർ മുതൽ എത്രയാണോ അവിടെ വീതി കിട്ടുക അത്രയും വീതിയിൽ ഒരു വിസ്ത എന്നൊരു പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിയർ ചെയ്യുക, എല്ലാ പുല്ലും ചെടികളും എല്ലാം അതൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് നിൽക്കും. അങ്ങനെ വരുമ്പം വന്യജീവികൾക്ക് അത് കടന്നു വേണം വരാൻ വേണ്ടി. അങ്ങനെ അതൊരു ഫലപ്രദമായ ഒരു പരിപാടിയാണെന്ന് വിദഗ്ധന്മാരെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിസ്ത ക്ലിയറൻസ് പരിപാടി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ഇടുക്കി ജില്ലയിൽ. തട്ടേക്കാട് പിന്നോക്കാട് ഭാഗത്ത് 8 കിലോമീറ്ററും
മാങ്കുളത്ത് 10 കിലോമീറ്ററും ചെയ്യും. കോതമംഗലം മുള്ളേരിയയിൽ 20 കിലോമീറ്റർ. ഇങ്ങനെ 3 ഹോട്ട്സ്പോട്ടുകളിലായി ഇത്രയും കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് ചെയ്യാൻ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ നമ്മൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഏതെങ്കിലും ഒരു പ്രദേശം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ആ പ്രദേശത്തെ പൂർണ്ണമായും ക്ലിയർ ചെയ്യുന്ന വിധത്തിൽ റീഅറേഞ്ച് ചെയ്യാൻ കഴിയുമെന്ന ഒരു പരിശ്രമം. അങ്ങനെ വരുമ്പോൾ ആ പ്രദേശത്ത് തീർന്നു. അപ്പോൾ തീർത്ത് വരുന്നത് വേണോ എല്ലാവരുടെയും ചെയ്ത് പൊതുവേ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഒരു ഭാഗം മുഴുവൻ തീർക്കുക പ്രധാനപ്പെട്ട. അപ്പോൾ ഇവിടെ തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന്, ഇടുക്കി ജില്ലയിൽ ആനകളുടെ ശല്യമുള്ള ഒരു മേഖലയുണ്ട്, കടുവകളുടെയും മറ്റ് വന്യജീവിയുടെയും 2 മേഖലയുണ്ട്. ഈ 2 മേഖലയായി തിരിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വിസ്ത പരിപാടിയുടെ പൂർത്തീകരണം മാർച്ച് ആകുമ്പോഴേക്കും പൂർത്തിയാക്കണം. അതാണ് എടുത്തിട്ടുള്ള ഒരു തീരുമാനം. പിന്നെ ആന പ്രതിരോധത്തിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹാബിറ്റാറ്റ് മാനേജ്മെൻറ്റ്, എക്കോ റെസ്റ്റോറേഷൻ, RRT തുടങ്ങിയ എല്ലാ പ്രവൃത്തികളും ചേർന്ന് നമുക്ക് ഒരു ഇടുക്കി പാക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഇടുക്കി പാക്കേജിന് 50 കോടി രൂപ ചിലവ് വരുന്ന പാക്കേജാണ്. അത് നടപ്പിലാക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഘട്ടമായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. വന്യജീവി സംഘർഷ ലഘൂകരണ പദ്ധതി ഇടുക്കി ജില്ല ഹൈ റേഞ്ച് സർക്കിൾ കോട്ടയം അവർ ആ പദ്ധതി തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതോടുകൂടി ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനാവശ്യമായ നല്ല പരിപാടികളുമായി മുമ്പോട്ട് പോകാൻ ഗവൺമെൻറ്റിന് കഴിയുമെന്നാണ് കരുതുന്നത്. ത്വരിതഗതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ടീം വർക്ക് നടത്തുക എന്നതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യം. അല്ലാതെ എന്ത് ചെയ്യുന്നുള്ള ടൈം ടേബിൾ ഉണ്ടാക്കലല്ല. കുറച്ചും കൂടി ജാഗ്രതയോടുകൂടിയ പ്രവർത്തനം ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് വലിയൊരു ശമനമുണ്ടാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലാണുള്ളത്. ആ ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് എല്ലാം കൂടെ 50 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതികൾ ഈ മാർച്ച് മാസത്തിൽ മുമ്പ് ആരംഭിക്കാനോ പൂർത്തിയാക്കാനോ കഴിയും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. പരിഹാരമാർഗങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ സംക്ഷിപ്ത പദ്ധതി ഹൈറേഞ്ച് സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ RS അരുൺ അവതരിപ്പിച്ചു. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഫിനാൻസ്, ബജറ്റ് ആൻഡ് ഓഡിറ്റ് ഡോക്ടർ P. പുകഴേന്തി, വൈൽഡ് ലൈഫ് വാർഡൻ ആൻഡ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പ്രമോദ് G. കൃഷ്ണൻ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആൻഡ് ഫീൽഡ് ഡയറക്ടർ പ്രോജക്ട് ടൈഗർ കോട്ടയം PP. പ്രമോദ്, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഹൈറേഞ്ച് സർക്കിൾ കോട്ടയം RS അരുൺ, ഇടുക്കി ജില്ലയിലെ മറ്റ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാർ, റവന്യൂ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുട്ടിക്കാനം. പരാതികൾ പരിഹരിക്കുവാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കേണ്ടതെന്ന് മന്ത്രി VN വാസവൻ. കരുതലും കൈത്താങ്ങും തൊടുപുഴ താലൂക്ക് തല അദാലത്തിൽ കുമ്മങ്കല്ല് BTM LP സ്കൂളിന് പുതിയ കെട്ടിടത്തിന് ബിൽഡിംഗ് പെർമിറ്റ് അനുവദിക്കുന്നില്ലെന്ന പരാതി പരിഗണിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. പരാതികൾ പരിഹരിക്കുകയാണ് ലക്ഷ്യമെന്ന കാര്യം ഉദ്യോഗസ്ഥർ മറക്കരുതെന്ന് മന്ത്രി VN വാസവൻ. കരുതലും കൈത്താങ്ങും തൊടുപുഴ താലൂക്ക് തല അദാലത്തിൽ കുമ്മങ്കല്ല് BTM LP സ്കൂളിന് പുതിയ കെട്ടിടത്തിന് ബിൽഡിംഗ് പെർമിറ്റ് അനുവദിക്കുന്നില്ലെന്ന പരാതി പരിഗണിക്കുമ്പോഴായിരുന്നു മന്ത്രിയുടെ പരാമർശം. ശോച്യാവസ്ഥയിലായ സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ബിൽഡിംഗ് പെർമിറ്റ് അനുവദിക്കാതെ പ്രതികാര നടപടി സ്വീകരിക്കുകയാണെന്നായിരുന്നു മാനേജ്മെന്റിന്റെ ആരോപണം. രേഖകൾ പരിശോധിച്ച മന്ത്രി പരാതി പരിശോധിച്ച് നിയമവിധേയമായി തുടർ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മുൻപ് സ്കൂളിന് ഫിറ്റ്നസ് നൽകാത്തതിന്റെ പേരിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ മാനേജ്മെന്റ് വിജിലൻസിന് പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ബിൽഡിംഗ് പെർമിറ്റ് നൽകാതെ പ്രതികാര നടപടി സ്വീകരിക്കുകയാണെന്നാണ് മാനേജ്മെന്റ് മന്ത്രിയെ അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതിൽ ഇടുക്കിയിൽ 200-ലധികം പരാതികൾ ലഭിച്ചെന്ന് ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് IPS അറിയിച്ചു. മാക്സിമം കേസുകൾ രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിരവധി പരാതികൾ വരുന്നുണ്ട്. അത് നമ്മുടെ മാക്സിമം കേസുകൾ രജിസ്റ്റർ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അന്വേഷണ ടീം നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിന്റെ വ്യാപ്തിയോട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിക്കാൻ നമുക്ക് കൂടുതൽ ജില്ലയാകെ ഒരുപാടുണ്ട്. 200-ലധികം പരാതികൾ നമുക്ക് ഏകദേശം റിപ്പോർട്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ കേസെടുത്ത് വരുന്നുണ്ട്. കൂടുതൽ അന്വേഷണം വരുന്ന ദിവസങ്ങളുണ്ടാവും. അത് നമ്മൾ മൾട്ടിപ്പിൾ ഡിസ്ട്രിക്റ്റിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട പരാതികളുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. എന്തായാലും ജില്ലാ അടിസ്ഥാനത്തിൽ നമുക്ക് സ്പെഷ്യൽ ടീം ഉണ്ടാവും. ആ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ തട്ടിപ്പ് നടക്കുന്നതായിട്ടില്ല, ഇതുപോലത്തെ സംഭവം നടക്കുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്കുണ്ടായിരുന്നു. നമ്മളത് വാച്ച് ചെയ്തില്ലായിരുന്നു. കൂടുതൽ ആക്ഷൻ എടുക്കാൻ പറ്റില്ല. പരാതി തട്ടിപ്പ് സ്വഭാവത്തിലുണ്ട് എന്നാണ്. വലതുകര കനാൽ പുനരുദ്ധാരണത്തിന് 25 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റ് ഹാളിൽ നടന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. മുതലക്കോടം കണ്ടത്തിൻകര KK രാജപ്പന്റെ പരാതിയാണ് മന്ത്രി പരിഗണിച്ചത്.
മുതലക്കോടം പട്ടയം-കവല വലതുകര കനാൽ പുനരുദ്ധാരണത്തിന് 25 ലക്ഷം രൂപ അനുവദിച്ചതായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ നടന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. മുതലക്കോടം കണ്ടത്തിൻകര KK രാജപ്പന്റെ പരാതിയാണ് മന്ത്രി പരിഗണിച്ചത്. മലങ്കര ഡാമിൽ നിന്നും ആരംഭിക്കുന്ന കനാൽ കവിഞ്ഞൊഴുകുമ്പോൾ വീടിന് ചുറ്റും വെള്ളം നിറയുന്നതിന് പരിഹാരം കാണണമെന്നായിരുന്നു രാജപ്പന്റെ ആവശ്യം. കനാലിന്റെ പുനരുദ്ധാരണ പ്രവർത്തികൾ പൂർത്തിയാക്കലായിരുന്നു ഏകമാർഗം. രാജപ്പന്റെ പരാതിയുടെ സത്യാവസ്ഥ ബോധ്യപ്പെട്ട മന്ത്രി അദാലത്ത് വേദിയിൽ 25 ലക്ഷം രൂപയുടെ പ്രഖ്യാപനം നടത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ താലൂക്ക് തല അദാലത്തിൽ ആകെ ലഭിച്ചത് 478 അപേക്ഷകൾ. ഇതിൽ 348 അപേക്ഷകളിൽ തീരുമാനമെടുക്കുകയും 130 അപേക്ഷകളിൽ 15 ദിവസത്തിനകം തീരുമാനമെടുക്കുമെന്നും മന്ത്രിമാർ അറിയിച്ചു. അദാലത്ത് വേദിയിൽ 20 പേർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. കരുതലും കൈത്താങ്ങും തൊടുപുഴ താലൂക്ക് തല അദാലത്തിൽ ആകെ 478 അപേക്ഷകൾ ലഭിച്ചു. 348 അപേക്ഷകളിൽ തീരുമാനമെടുക്കുകയും 130 അപേക്ഷകളിൽ 15 ദിവസത്തിനകം തീരുമാനമെടുക്കുമെന്നും മന്ത്രിമാർ അറിയിച്ചു. നമ്മുടെ ജില്ലയിൽ ആകെ ലഭിച്ച അപേക്ഷകൾ പരിഗണിക്കുമ്പോൾ 1829 അപേക്ഷകൾ പരിഗണിക്കപ്പെട്ടു. അതിൽ 1035 അപേക്ഷകളിൽ മേൽ നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിച്ചു. തുടർ നടപടികളിലായി 700-ലധികം അപേക്ഷകൾ തുടരുന്നുണ്ട്. തൊടുപുഴയിൽ ഇന്നെടുത്ത ആകെ അപേക്ഷകൾ 478 അപേക്ഷകളെ, അത് തീരുമാനം എടുത്ത അപേക്ഷകൾ 348 അപേക്ഷകളുണ്ട്. തൊടുപുഴയിൽ തുടർ നടപടികൾക്ക് വേണ്ടി 130 അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നുണ്ട്. അദാലത്ത് വേദിയിൽ 20 പേർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. ജില്ലയിലെ 5 താലൂക്ക് അദാലത്തുകളിലായി ആകെ 1829 അപേക്ഷകൾ ലഭിച്ചു. ഇതിൽ 1035 അപേക്ഷകളിൽ നടപടി സ്വീകരിക്കുകയും 794 അപേക്ഷകൾ നടപടികൾ തുടരുകയുമാണ്. ആകെ 76 പേർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട PE അമീർ ഇലാഹിയുടെ കുടുംബത്തിനുള്ള ധനസഹായ കുടിശ്ശിക 6 മാസത്തിനുള്ളിൽ നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. തൊടുപുഴ താലൂക്ക് തല അദാലത്തിലാണ് അമീർ ഇലാഹിയുടെ പിതാവ് PM ഇബ്രാഹിമിന് മന്ത്രി ഉറപ്പ് നൽകിയത്. സംഭവത്തിന് ശേഷം 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചതിൽ 4 ലക്ഷം രൂപ ലഭിച്ചു. ബാക്കി തുകയാണ് അദാലത്തിലൂടെ അനുവദിച്ചത്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 23-കാരൻ അമീർ ഇലാഹിയുടെ കുടുംബത്തിനുള്ള ധനസഹായ കുടിശ്ശിക 6 ലക്ഷം രൂപ 6 മാസത്തിനുള്ളിൽ നേരിട്ട് വീട്ടിലെത്തിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. തൊടുപുഴ അദാലത്തിൽ അമീർ ഇലാഹിയുടെ പിതാവ് PM ഇബ്രാഹിമിനാണ് മന്ത്രി ഉറപ്പു നൽകിയത്. 2024 ഡിസംബർ 29-ന് അമയൽ തൊട്ടിയിലാണ് അപകടമുണ്ടായത്. തുടർന്ന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചതിൽ 4 ലക്ഷം രൂപ ലഭിച്ചു. ബാക്കി തുകയാണ് അദാലത്തിൽ അനുവദിച്ചത്. മകന്റെ വിയോഗ ദുഃഖത്തിനിടയിലും ധനസഹായം ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് നിർധനരായ കുടുംബം. സ്ഥലം മാറിപ്പോകുന്ന തൊടുപുഴ സേവേഴ്സ് ഹോം ഡയറക്ടർ ഫാദർ ബിബിൻ പുല്ലാതി തൊട്ടിയിലിന് യാത്രയയപ്പ് നൽകി. മിഷണറീസ് ഓഫ് കമ്പാഷൻ സെന്റ് മേരീസ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യാളായാണ് ഹൈദരാബാദിലേക്ക് ഫാദർ ബിബിൻ നിയമിതനായത്. സേവേഴ്സ് ഹോമിൽ ചേർന്ന യോഗത്തിൽ മാനേജിംഗ് ട്രസ്റ്റി ഫാദർ മാത്യു ജെ കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ബിബിനച്ചനെ പൊന്നാട അണിയിക്കുകയും ഉപഹാരം സമ്മാനിക്കുകയും ചെയ്തു. സേവേഴ്സ് ഹോം ഡയറക്ടറായി എത്തിയ ഫാദർ ജോജോ, അസിസ്റ്റന്റ് പ്രൊവിൻഷ്യാളായി തിരഞ്ഞെടുക്കപ്പെട്ട ഫാദർ തോമസ് എന്നിവർക്ക് സ്വീകരണവും നൽകി. വൈദികരും സന്യാസികളും അൽമായരും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്തു. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. എല്ലാം മംഗളവും നേടുകയാണ്. അഭിനന്ദനങ്ങൾ നേരുന്നു. ഇങ്ങോട്ട് വരുന്നത് പഴയ പ്രൊവിൻഷ്യനാണ് ജോർജ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ഇടതുവശത്ത് ഇരിക്കുന്നത് ഫാദർ തോമസ് ആശ്രയിച്ചു. അദ്ദേഹം ഇപ്പോഴും കുറേ നാളുകളായിട്ട് ഇവിടെ മുതലക്കുളം ഇടപെടിയിൽ ഒരു സെമിനാരി തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ റെക്ടറാണ്. മാത്രമല്ല ഈ വർഷം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്
അസിസ്റ്റന്റ് ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെയും ഞാൻ അനുമോദിക്കുന്നു. തുറന്നു ഭൂമി നഗരിക്കും പ്രകാശമേ സ്വർഗവാരി തുറന്നു ഭൂമി നഗരിക്കും മൂലമറ്റ സ്വദേശിയായ ജോൺ മൂന്നുങ്കവേലിന്റെ പൂന്തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്നത് 100 ഇനം 10 മണി ചെടികൾ. ടിയാര, ജംബോ, സിൻഡ്രല്ല, ഫോർസലിൻ, പോർട്ടുലക്ക തുടങ്ങിയ ഉൾപ്പെടെയുള്ള ഇനങ്ങളാണ് കാഴ്ചയുടെ വിസ്മയം തീർത്ത് ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നത്. ഇതിനു പുറമെ ഒരേക്കറോളം വരുന്ന തോട്ടത്തിൽ ഫലവൃക്ഷങ്ങളും നട്ടുവളർത്തുന്നുണ്ട്. ഒരു പൂവ് ചോദിച്ചപ്പോൾ പൂന്തോട്ടം ലഭിച്ച സന്തോഷത്തിലാണ് മൂലമറ്റം ഇടക്കര കുടുംബാംഗമായ ജോൺ മൂന്നുങ്കവയൽ. മുറ്റത്ത് ഒരു 10 മണി ചെടി നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന്റെ ഉദ്യാനത്തിൽ കാഴ്ചയുടെ വിരുന്നൊരുക്കി ടിയാര, ജംബോ, സിൻഡ്രല്ല, ഫോർസലിൻ, പോർട്ടുലക്ക തുടങ്ങി 100 ഇനം 10 മണികൾ പൂവിട്ട് നിൽക്കുകയാണ്. തെർമോകോൾ ബോക്സ്, ടയർ, റബ്ബർ ചിരട്ട, പട്ടികകൾ, PVC പൈപ്പുകൾ എന്നിവയിലാണ് ചെടികൾ നട്ടു വളർത്തിയിരിക്കുന്നതെന്ന് ജോൺ മൂന്നുങ്കവയൽ പറഞ്ഞു. ഇതുകൂടാതെ വയലറ്റ്, ചുവപ്പ്, വെള്ള, പർപ്പിൾ, പിങ്ക് എന്നിങ്ങനെ വിവിധ നിറങ്ങളിലുള്ള 30 ഇനം ഹൈബ്രിഡ് ബോഗൻവില്ല, വയലറ്റ് പെട്രിയ, ബൊഹീനിയ, ക്യാറ്റ്സ് ക്ലോക്ക് ക്രീപ്പർ, മണിമുല്ല, യൂഫോർസിയ, റോസ ചെടികൾ, കാനവാഴകൾ, ലാൻഡാന, അഡീനിയം, ഫോയൻസെറ്റിയ, ഗോൾഡൻ കാക്കേഡ്, നിക്കോഡിയ എന്നിവ ഉൾപ്പെടെയുള്ള പൂക്കളും ഉദ്യാനത്തിന് ദൃശ്യചാരുത പകരുന്നു. സുഗന്ധവാഹിയായ പൂക്കളും കായകളും വിരിയുന്ന ലെമൺ വൈനാണ് ഈ ഉദ്യാനത്തിന്റെ മറ്റൊരു ആകർഷണീയത. വീട്ടുമുറ്റത്ത് ചിത്രശലഭങ്ങൾ പറന്നിറങ്ങുന്ന വർണ്ണ കാഴ്ചയൊരുക്കുന്ന ബട്ടർഫ്ലൈ പ്ലാന്റും വിവിധ ഇനം ഇലച്ചെടികളുടെ ശേഖരവും ഈ ഉദ്യാനത്തിലുണ്ട്. പരിമിതമായ സ്ഥലത്ത് ലളിതമായും ചിലവ് കുറഞ്ഞ രീതിയിലും മനോഹരമായ ഉദ്യാനം നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നതാണ് ജോണിന്റെ നേട്ടം. കൂടാതെ 40ഓളം ഇനം ബൊഗെയിൻവില്ല ചെടികൾ, പിന്നെ അഡീനിയം, മറ്റു അലങ്കാര ചെടികൾ, ഓർണമെൻ്റൽ പ്ലാന്റ്സ് എല്ലാം കൂടി നല്ലൊരു കളക്ഷനുണ്ട്. ഏതാണ്ട് 2 വർഷത്തിലധികമായി. അതിൽ വേനൽക്കാലത്ത് ധാരാളം പൂക്കൾ കിട്ടുന്നതാണ്. നടിയിൽ പരിചരണമൊക്കെ എളുപ്പമുണ്ട്. പിന്നെ ഓൺലൈനിൽ പല സ്ഥലത്തുനിന്ന് വാങ്ങിയ 100ഓളം കളക്ഷൻ ഇനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. വീട്ടുമുറ്റത്തും പരിസരത്തുമായി പൂക്കൾ വസന്തം തീർക്കുമ്പോൾ 1 ഏക്കറോളം വരുന്ന തോട്ടത്തിൽ ഫലവൃക്ഷങ്ങളും സമൃദ്ധമായി വിളയുന്നു. മാവ്, വാഴ, ഡ്രാഗൺ ഫ്രൂട്ട്, മലേഷ്യൻ ചാമ്പ, മിൽക്ക് ഫ്രൂട്ട്, വിവിധ ഇനങ്ങളിൽപ്പെട്ട പ്ലാവ്, സീസർ, റംബൂട്ടാൻ, മധുര വാളംപുളി, മിറക്കിൾ ഫ്രൂട്ട്, ജംബോട്ടിക്കാവ, മധുരാമ്പഴം, അവക്കാഡോ, മുള്ളാത്ത, വിവിധ ഇനം പേര എന്നിവയുൾപ്പെടെയുള്ള ഫലവൃക്ഷങ്ങളാണ് ഇവിടെയുള്ളത്. പൂക്കളും ചെടികളും തേടി ഈ കർഷകൻ നടത്തിയിട്ടുള്ള യാത്രകൾ ഏറെയാണ്. ഇദ്ദേഹം എഴുതിയ നിരവധി ചെറുകഥകളും ലേഖനങ്ങളും ഫീച്ചറുകളും മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൃഷിയായാലും ഉദ്യാന പരിപാലനമായാലും ജീവിതമായാലും വിജയിക്കണമെങ്കിൽ അതിനു പിന്നിൽ കലാപരതയും സൗന്ദര്യബോധവും കഠിനാധ്വാനവും സംരംഭക ശേഷിയും ദീർഘവീക്ഷണവും കൃത്യമായ പ്ലാനിങ്ങും ആവശ്യമാണെന്നാണ് ജോണിന്റെ നിരീക്ഷണം. കൃഷി സംബന്ധമായ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അതാണ് ജോൺ മൂന്നുങ്കവയലിന്റെ വിജയഗാഥയുടെ പിന്നിലെ മർമ്മം. ഭാര്യ മേരി, മകൻ ബോണി, മരുമകൾ നീതു. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ നിയന്ത്രണത്തിൽ പടിഞ്ഞാറേക്കോടിക്കുളത്ത് പ്രവർത്തിക്കുന്ന സ്വാശ്രയ കർഷക സമിതിയുടെ വിപണി കൂടുതൽ ശ്രദ്ധേയമാകുന്നു. ആർക്ക് വേണമെങ്കിലും ഇവിടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും സാധിക്കും. വിപണിയുമായി ബന്ധപ്പെടേണ്ട നമ്പർ 9446473628. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ നിയന്ത്രണത്തിൽ പടിഞ്ഞാറേക്കോടിക്കുളത്ത് പ്രവർത്തിക്കുന്ന സ്വാശ്രയ കർഷക സമിതിയുടെ വിപണി കൂടുതൽ ശ്രദ്ധേയമാകുന്നു. ആർക്ക് വേണമെങ്കിലും ഇവിടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും സാധിക്കും. കോടിക്കുളത്ത് പ്രവർത്തിക്കുന്ന സ്വാശ്രയ കർഷക സമിതിയാണ്. EFPCKയുടെ നിയന്ത്രണത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 2011 മുതലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. വണ്ണപ്പുറം, കോടിക്കുളം 2 പഞ്ചായത്തിലെ കൃഷിക്കാരാണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമ്മളോട് സഹകരിച്ച് കുമാരമംഗലം പഞ്ചായത്ത്, പിന്നെ എറണാകുളത്തിൻ്റെ എറണാകുളം ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് കടവൂരിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ വെച്ച് നോക്കുമ്പോൾ വിപണി വളരെ ഒരു 40% വർധനവ് ഈ വർഷം നേടിയിട്ടുണ്ട്. ഒന്ന്, കായ്കൾക്ക്, ഏത്തക്കായ, ചെറുകായക്കൊക്കെ കിട്ടുന്ന നല്ല വില കർഷകരെ കൂടുതലായിട്ട് വിപണിയിലോട്ട് അടുപ്പിക്കുന്നുണ്ട്. 2011 വണ്ണപ്പുറത്ത് തുടക്കമിട്ട വിപണി 2013 പടിഞ്ഞാറേ കൊടിക്കുളത്ത് മാറി പ്രവർത്തനം തുടങ്ങി. 300-ലധികം കർഷകർ ഈ വിപണിയിൽ പ്രവർത്തിക്കുന്നു. 2011 തുടങ്ങിയ കർഷക വിപണിയാണ്. ആദ്യകാലത്ത് വണ്ണപ്പുറത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ കോടക്കുളത്ത് വന്നപ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോവുകയാണ്. നാളെ ഇതുവരെ 40 ലക്ഷം രൂപയുടെ ട്രേഡിംഗ് ഉണ്ടായിരുന്നു. ഈ വർഷം 40 എന്നുള്ളത് 55 ലക്ഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ എല്ലാ കർഷകരും ഇതിനകത്ത് സഹകരിക്കുന്നുണ്ട്. ഏതാണ്ട് 300-ലധികം കർഷകർ ഇവിടെ ഉൽപ്പന്നങ്ങളുമായിട്ട് വരുന്നുണ്ട്. സാമാന്യം നല്ല വില കൊടുക്കുന്നുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെ നല്ല രീതിയിൽ പോകുന്നു. ഇവിടെ വരുന്ന ഉൽപ്പന്നങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വാഴക്കലകളാണ്. ഞാലിപ്പൂവിനുണ്ട്, ഏത്തക്കായ കൂടുതലായിട്ട് വരുന്നുണ്ട്, പൈനാപ്പിളുണ്ട്, പച്ചക്കറി സാധനങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം കാര്യമായ രീതിയിൽ വരുന്നുണ്ട്. എല്ലാം നല്ല വിലയ്ക്കാണ് വിട്ടുകൊണ്ട്. കർഷകർക്ക് കാർഷിക ലോണുകൾ, വിള ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഉറപ്പാക്കുന്നു. കൂടാതെ ഗവൺമെന്റ് നൽകുന്ന എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നു. എല്ലാ ബുധനാഴ്ചകളിലുമാണ് വിപണി നടക്കുന്നത്. 10 അംഗ ഭരണസമിതിയാണ് വിപണിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. 2023-2024 വർഷത്തേക്കാളും 25 ടൺ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഈ വർഷം സംഭരിക്കുവാൻ കഴിഞ്ഞു. ജോസ് ചിറക്കമാലിൽ പ്രസിഡന്റായും KJ ഫ്രാൻസിസ് വൈസ് പ്രസിഡന്റായും ഫിലിപ്പ് MP ട്രഷററായും വിപണി പ്രവർത്തിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. പാലക്കാടിന്റെ ജലസ്രോതസ് ഊറ്റിയെടുക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സഹ്യാദ്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചു. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് സമീപം നടന്ന പ്രതിഷേധ കൂട്ടായ്മ DCC ജനറൽ സെക്രട്ടറി PJ പീറ്റർ നിർവഹിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് സെക്രട്ടറി മുരളീധരൻ, INTUC ജില്ലാ സെക്രട്ടറി അച്ചാമ PV, KS സുബേർ, OS സമദ്, രാജൻ കാട്ടാമ്പള്ളിൽ, PK മുഹമ്മദ് ഷെരീഫ് എന്നിവർ സന്നിഹിതരായിരുന്നു. നമ്മുടെ സംസ്ഥാനം ലഹരിക്കും മദ്യത്തിനും അടിമപ്പെട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇനിയും ലഹരി കഴിപ്പിച്ച് അടങ്ങൂ എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഈ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ മാനിഷാദ അരുതേ കാട്ടാള എന്ന് ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഈ സഹ്യാദ്രി സമരസമിതി ചോദിക്കുകയാണ്. ഇത് നിർത്തിയേ പറ്റൂ. നമ്മൾ നോക്കുക സുഹൃത്തുക്കളെ, ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ 65 ദിവസക്കാലം ഈ സംസ്ഥാനത്തെ മദ്യഷാപ്പുകൾ അടഞ്ഞു കിടന്നു. ഇവിടെ ഒരു കലാപവും ഉണ്ടായില്ല, ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. ശാന്തമായി, സ്വച്ഛമായി, സമാധാനപരമായി ഈ സംസ്ഥാനം മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. പക്ഷേ അന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടങ്ങൾ അതൊന്നും കാണാൻ തയ്യാറായില്ല. അവർ പറയുന്നു, ഇവിടെ ആളുകൾക്ക് യഥേഷ്ടം മദ്യം കഴിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഇനിയും മദ്യം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. പാലക്കാട് എന്ന് പറയുന്നത് നെല്ലറയാണ്, നെല്ലറയുടെ നാടാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ ആ നെല്ലറ അവിടെ പ്രവർത്തിക്കണമെങ്കിൽ മലമ്പുഴ അണക്കെട്ടിലെ വെള്ളം പാടശേഖരങ്ങളിലേക്ക് കനാലിലൂടെ ഒഴുകിയെത്തണം. അങ്ങനെ മലമ്പുഴ അണക്കെട്ടിൽ സംഭരിച്ചിരിക്കുന്ന വെള്ളം കൃഷിക്കായി ഉപയോഗിച്ചുകൊണ്ടാണ് പാലക്കാടിനെ നെല്ലറയായി ഈ സംസ്ഥാനം ഇക്കാലം അത്രയും സംരക്ഷിച്ചു പോകുന്നത്, സൂക്ഷിച്ചു പോകുന്നത് നമുക്കറിയാം. പക്ഷേ പാലക്കാട്ടെ മലമ്പുഴ ഡാമിലെ വെള്ളം കൃഷിക്കല്ല, അത് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് ഈ സർക്കാർ പറയുമ്പോൾ പാടില്ല എന്ന് നമ്മൾ ചെറിയതും ചെറുതും വലുതുമായ സമരങ്ങളുടെ ഈ രാജ്യത്തെ ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാജൻ സാമുവൽ വധക്കേസിലെ പരമാവധി തെളിവുകൾ ശേഖരിച്ചുവെന്ന് ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് IPS അറിയിച്ചു.
മനുഷ്യ വന്യജീവി സംഘർഷം പ്രതിരോധിക്കാനുള്ള നടപടികൾ സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം നടത്തി. പരാതികൾ പരിഹരിക്കുവാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കേണ്ടതെന്ന് മന്ത്രി വി.എൻ. വാസവൻ. കരുതലും കൈത്താങ്ങും തൊടുപുഴ താലൂക്ക് തല അദാലത്തിൽ പരാതി പരിഗണിക്കുന്നതിനിടയിലായിരുന്നു മന്ത്രിയുടെ പരാമർശം. പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതിൽ ഇടുക്കിയിൽ 200-ലധികം പരാതികൾ ലഭിച്ചെന്ന് ഇടുക്കി എസ്.പി. ടി.കെ. വിഷ്ണു പ്രദീപ് IPS. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട P. അമീർ ഇലാഹിയുടെ കുടുംബത്തിനുള്ള ധനസഹായ കുടിശ്ശിക 6 മാസത്തിനുള്ളിൽ നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.